ഹായ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു കാര്യത്തിൻ്റെ പ്രശ്നം അത് എങ്ങനെ തീർക്കാം എന്നുള്ളൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു വീട്, ആ ഒരു വീട്ടിൽ നമ്മുടെ ഇപ്പം വീട്ടിനകത്ത് നിറയെ ചെടി, കുറച്ച് വേപ്പ് അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സംഭവത്തിനെ ഓപ്പോസിറ്റുള്ള വീട്, അതെന്താ ഈ ഒരു വീട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ ഫുള്ളായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇതേപോലെ മരുന്നടിച്ച് നശിപ്പിക്കുന്നുണ്ട്. മാവിൻ്റെ ആണെങ്കിലുമൊക്കെ ഇങ്ങനെ മരുന്നടിച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ട്, അത് എത്രത്തോളം ഉയരത്തിൽ പോകുന്നുണ്ടോ അത്രത്തോളം അതിനെ മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നശിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ലാണ്ട് ഇവരുടെ വീട്ടിന് ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒരു മതിലിൻ്റെ അകത്തോട് വരുന്ന ആ ഒരു ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഭയങ്കര വെള്ളം നനവിലാണ് വരുന്നത്. അപ്പം ഇതുപോലെ നശിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണേ. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? സോഷ്യൽ മീഡിയയിലിട്ടാൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് പരിഹാരം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിലൊക്കെ എല്ലായിടത്തും നമ്മൾ പരാതി കൊടുത്തു. പക്ഷേ പരാതി കൊടുത്തിട്ട് ഇതിനായിട്ട് ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. അവസാനം നമ്മൾ കമ്മീഷൻ ഓഫീസിൽ കൊടുത്തു. അവിടെ നിന്നാണ് അവസാനം റെസ്പോൺസ് വന്നതും പിന്നെ ഇവർ ആ ഒരു സംഭവം നിർത്തി വെച്ചേക്കുന്നത്. പക്ഷേ ഇത് ഇപ്പം വീണ്ടും കുറച്ച് നാൾക്ക് ശേഷം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെന്താണ് ഇവർക്ക് മറുപടി കൊടുക്കാം? അപ്പം എന്താണ് എന്നുള്ള രീതിയിൽ ഒരു വെച്ച് നിൽക്കുന്ന ആൾക്കാർ കാണുമല്ലോ. അപ്പം അവർക്ക് മനസ്സിലാവുമല്ലോ ഈ അയൽ വീട്ടുകളിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതെന്ന്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ, കാരണം ഇനി എനിക്ക് നിയമപരമായിട്ട് പോയേ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് നമ്മൾ സഹിച്ചു, ക്ഷമിച്ചു, പറയുന്നതിൻ്റെ അപ്പുറം നമ്മൾ പറഞ്ഞു നോക്കി, പക്ഷേ ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും അങ്ങനെയല്ല. നമ്മുടെ ഈ ഒരു തെങ്ങിലാണെങ്കിൽ കൂടിയും അതിൻ്റെ മണ്ടയിൽ പോലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവരുടെ പ്രോബ്ലം എന്ന് മനസ്സിലാവുന്നില്ല. ഇവരിങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 7-8 വർഷത്തോളമായിട്ട് ഇവരിങ്ങനെ തുടങ്ങിയേക്കാണ്. ഇതിന് ഒരു മാറ്റവും ഇല്ല. ഇവരെന്താണ്, ഇവരുടെ പ്രവൃത്തി എന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിക്കുക, അങ്ങനത്തെ. പക്ഷേ അവരുടെ വീട്ടിനുള്ളിലെ ചെടിക്ക് ഒരു പ്രശ്നവുമില്ല. അവരുടെ വീട്ടിലെ ചെടി നന്നായിട്ട് കായും പൂവും വന്നൊക്കെ അവർ നന്നായിട്ട് നിർത്തുന്നു. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വീട്ടിലുള്ള ചെടി അവർ നിൽക്കാനേ സമ്മതിക്കുന്നില്ല. ഇത് ഇവരുടെ സ്വന്തം വീടല്ല, ഇവർക്ക് ഒരാൾ കൊടുത്ത വീടാണ്. ആ ഒരു വീട്ടിൽ കയറി നിന്നിട്ടാണ് ഈ ഒരു പണി കാണിക്കുന്നത്. സ്വന്തം വീട് താഴത്തെ വീട്ടിൽ നിന്ന് കയറിയാണ് മേളിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പരിപാടി. കയറിയ നാളെ മുതൽക്ക് വേസ്റ്റ് വെള്ളം വിടുകയാണെങ്കിലും ഈ ഒരു മതിലിനുള്ളിൽ കൂടി വേസ്റ്റ് വെള്ളം തുറന്നു വിടുന്നതും ഈ ഒരു എന്താ പറയുക, ഈ ചെടി നശിപ്പിക്കലും വന്നിട്ട് ഇപ്പം 3-4 വർഷത്തിന് മേളിലായി. പറഞ്ഞ് നമ്മൾ എത്രത്തോളം നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു പരിഹാരവും കിട്ടുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനെന്തായാലും നിയമ നടപടിയായിട്ട് സ്വീകരിക്കാൻ തന്നെ ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നിവൃത്തിയില്ലാന്ന് കണ്ടാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അയൽ വീടെന്ന് പറയുന്നത് ഭയങ്കര ശല്യപ്പെടുത്തുന്ന വീടുകളാണ്. നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല. നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ ജീവിക്കാൻ എങ്ങനെയെങ്കിലും ശ്രമിച്ചെന്നാലും പക്ഷേ ഈ ഇങ്ങനെ ദ്രോഹത്തനം, നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ദ്രോഹിക്കുക, മറ്റുള്ളവരെ എങ്ങനെ ഇല്ലാണ്ടാക്കാം, കൂടോത്രം നശിപ്പിക്കാം, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പം എത്രത്തോളം ഇങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ എന്തെങ്കിലും പരാതി കൊടുത്താൽ ഉടനെ പാർട്ടിക്കാരെ വിളിച്ചിട്ട് ഇന്നതുപോലെയാണ് എന്ന് പറയും. അപ്പം നമ്മൾ കൊണ്ട് പരാതി കൊടുക്കുന്ന നമ്മുടെ പരാതി ഹെൽത്തിലാണെങ്കിലും ഒരു പരാതിയും അങ്ങനെ കേൾക്കാറില്ല. അപ്പം നിവർത്തികെട്ടിരിക്കുകയാണ്. അത്രയും നിവർത്തികെട്ട് മതിയായിട്ടിരിക്കുകയാണ്. കാരണം ഇത്രയും തെളിവുകളുണ്ടായിട്ടും ഒരു റെസ്പോൺസും ഇല്ലാത്ത രീതിയിൽ ഇവർക്കും വയ്യ. ഇവർ ക്യാമറയിൽ എന്തോ ചെയ്യുന്നുണ്ട്. കാരണം ഓപ്പോസിറ്റ് ക്യാമറ നിന്ന് കാണാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നിട്ടാണ് ഇവരടിക്കുന്നത്. ഏകദേശം ഒരു 26-ാം തീയതി ആയപ്പോഴത്തേക്ക് മഴ പെയ്യുന്ന പോലെ എന്തോ ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടി വീഴുന്നുണ്ടായി. അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ബാക്കി സ്ഥലങ്ങളിൽ നോക്കിയപ്പോഴത്തേക്കും മഴയൊന്നും പെയ്യുന്നില്ല, പൊടിയൊന്നുമില്ല, ചാറ്റൽ മഴയുമില്ല. പക്ഷേ സംഭവം ഇതാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവും. ഇപ്പം കുറച്ച് നാൾ കൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെടി വാടുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ചെടി ഫുള്ളായിട്ട് വാടിയതിന് മണ്ടയെ നോക്കിയാണ് അടിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവർക്ക് പ്രോബ്ലം? മാനസിക പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായാലും തീർത്തു കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ സേവ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചത്. ഇത്രയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ വീട്ടിൻ്റെ അയൽവക്കത്തും കാണുമല്ലോ ഇതുപോലെ ശല്യം പിടിച്ച കുറച്ച് ആൾക്കാർ. അപ്പം അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ.
െങ്കിൽ മാത്രമല്ലേ നമുക്കിങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ഇത് കൊടുക്കും മതി. അപ്പോൾ ഈ തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആൾക്കാരിക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് ഇവർ മറ്റേ പാർട്ടിയുടെ ആണെന്നും പറഞ്ഞിട്ടാണ് ഇവർ നേരെ കൂട്ടി വിളിച്ച് പറയുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന പരാതിക്ക് അവിടെ ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ അയൽ വീട്ടിൽ ഭയങ്കര ശല്യമാകുന്ന എന്ന രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനൊന്ന് പ്രതികരിക്കുക? കാരണം എത്രത്തോളം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമ്മൾ പറയുന്നത് കേട്ടാലും ഒന്നും ചെയ്യുന്നില്ല. അപ്പം ബാത്റൂമിലെ വെള്ളമാണെങ്കിൽ കൂടിയും നമ്മുടെ ഈ ഒരു അവരുടെ ആ ഒരു മതിലിനകത്തോട് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കൂടിയാണ് ഇറങ്ങിപ്പോകുന്നത്. ആ ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. പക്ഷെ അങ്ങനെ ഒട്ടും നിവർത്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് ചെയ്യാനുള്ളത്? കാരണം ഇനി നമ്മൾ മുൻപോട്ട് വേറെ രീതിയിൽ പോകണം, അതോ ഇനി ഇവർ എങ്ങനെ ചെയ്യും എന്നുള്ളൊരു പരിഹാരം എങ്ങനെയാണ്? ആർക്കെങ്കിലും ഇതുപോലുള്ളൊരു ഇതുണ്ടോ? കാരണം സഹിച്ച് അങ്ങ് സഹിയിട്ട് നെല്ലിപ്പലക അങ്ങ് തളർന്നു. കാരണം അത്രമേലെ നമ്മൾ ഇത്രയും ആയിട്ടുണ്ട്. ഈ ഒരു ചെടിയാണ് ഇവരിന്ന് നോട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു ചെടിയെ എത്രത്തോളം അവർ നശിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം അവർ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് കുഴപ്പമില്ലാണ്ട് വീണ്ടും വന്നപ്പോഴത്തേക്ക് വീണ്ടും അതിനെങ്ങനത്തെ രീതിയിൽ ആ ഒരു മതിലിൻ്റെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെള്ളവും മരുന്ന്, ഇവർ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി ചെയ്യണത്. അപ്പോൾ ഈ മരങ്ങളൊക്കെ നശിപ്പിക്കാൻ കൊടുക്കുന്ന മരുന്നുകൾ കാണും. അപ്പോൾ ആ മരുന്ന് എന്ത് ഉപയോഗിച്ചിട്ടാണ് ആകെ 3-4 ദിവസം കൊണ്ടാണ് ഈ ഒരു ചെടി ഇങ്ങനെ വാടി കരിയുന്നത്. അപ്പം നിരന്തരമായിട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് സാധനങ്ങൾ നശിപ്പിക്കാം, നമ്മളെങ്ങനെ ദ്രോഹിക്കാം എന്നുള്ള രീതിയിൽ. അപ്പം ഇതിനെന്താണ് പരിഹാരം എന്ന് ചില ആൾക്കാർക്കെങ്കിലും മനസ്സിലാവുമല്ലോ. ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ ഒരുപാട് കാണുമല്ലോ. ഇതുപോലെ ദ്രോഹത്തനം, അതായത് മറ്റുള്ളവർ ദ്രോഹിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുമായിട്ട് നമ്മിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലെ ബാത്റൂമിൻ്റെ വെള്ളമാണെങ്കിൽ കൂടിയും ഫുള്ള് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്തു കൂടിയാണ്, ഈ ഒരു സൈഡ് കാണുന്ന ആ റൗണ്ട് വഴിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മാക്സിമം പറഞ്ഞു നോക്കി, പക്ഷേ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലയെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഈ ഒരു വീട്ടുകാരാണ് ഇത്രയും മോശമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നമ്മൾ പറഞ്ഞിട്ടും ഒരു ഇതുമില്ല. ക്യാമറ വച്ചിട്ട് പോലും ഒരു റെസ്പോൺസും ഇല്ല. കാരണം ഈ ഒരു സംഭവം എവിടെ നിന്ന് അടിക്കുന്നതെന്ന് പോലും നമുക്ക് ക്യാമറയിൽ കിട്ടുന്നില്ല. നമുക്ക് തെളിവുണ്ടെങ്കിൽ മാത്രമല്ല. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇവരുടെ വേസ്റ്റ് വെള്ളം ഇങ്ങനെ വരുന്നത്. ഇതുപോലെ ഈ ഓരോ ഹോളുകളിൽ നിന്നിട്ടുമാണ് ഇങ്ങനെ വേസ്റ്റ് വെള്ളം വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് ഇതാണ്, ഇത് ഫുൾ മണ്ണാണ്. ഇതിൻ്റെ മേലെ അത്രയും മണ്ണാണ്. ആ മേലെ നിന്നിട്ടാണ് ഇത് നമ്മുടെ വീട്ടിനകത്തൂടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നത്. ഇത് അത്രയും ഫുൾ മണ്ണാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഈ മണ്ണിൻ്റെ മതിലിൻ്റെ അപ്പുറത്ത് മണ്ണാണ്. ആ ഒരു മണ്ണിൽ ഈ മതിൽ ഹോളുള്ളത് കൊണ്ടും പിന്നെ അവിടെ ആ ഒരു വീട്ടിൽ ഒരാളാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം 3 പേരാണ് അവിടെ താമസിക്കുന്നത്. അപ്പം ഒരാൾ താമസിച്ച സമയത്ത് 3-4 അടിയേ ഉള്ളൂ ആ ഒരു ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തു നിന്നാണ് ആ 3 പേര് പോകുന്നതിൻ്റെ വേസ്റ്റാണ് ഇപ്പം ഇവിടെ ഇറങ്ങിയതാ ഇങ്ങനെ. ഇതെല്ലാം ബാത്റൂമിൻ്റെ വേസ്റ്റാണ്. ഇതെല്ലാം ബാത്റൂമിൻ്റെ വേസ്റ്റാണ്. ഇത് ആ വീട്ടിൽ നിന്ന് വന്ന് നമ്മുടെ ഈ ഒരു വഴിയിൽ ഇവിടെ നമ്മുടെ വീട്ടിനകത്തൂടി പോയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊരുമായി വൃത്തികെട്ടൊരു ബാത്റൂം വേസ്റ്റാണ്. ഇതുവരെയും അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീട്ടിലെ അവസ്ഥയെന്ന് പറയുന്നത്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ ക്ഷമിച്ചു, ഒരുപാട് കാലം നമ്മൾ ക്ഷമിച്ചു. പക്ഷേ നന്നായിട്ട് തെറി വിളിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിൽ, ഒരു ഫാമിലിയെ ദ്രോഹിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ആ ഒരു പരിധി കഴിഞ്ഞിട്ടും ഇപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്തായാലും കണ്ടേ പറ്റത്തുള്ളൂ. നിവർത്തി കേട്ടിട്ടാണ് ഈ ക്യാമറ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് വെക്കുന്നത്. എന്നിട്ടും ക്യാമറയുടെ സൈഡിൽ നിന്നിട്ടല്ല, എവിടെയോ ഒളിച്ച് നിന്നിട്ടും പതുങ്ങി നിന്നിട്ടും ചെയ്യുന്നൊരു ക്രൂരതയാണ്. അപ്പോൾ ഇതിനെന്താണ് നമ്മുടെ ഈ ഒരു തെങ്ങ് വരെ നശിപ്പിച്ചേക്കുന്നത്? എന്ത് കഷ്ടമാണ് നോക്കി ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. ഏകദേശം 7-8 വർഷം കൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോലിക്ക് പോയ സമയത്താണെങ്കിൽ കൂടിയും ഇത് അത്ര സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും ദ്രോഹത്തിനാണ് ആ ഒരു ഫാമിലി നമ്മുടെ വീട്ടിനോട് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ വീടിനകത്ത് നിൽക്കുന്ന ചെടികളെ നശിപ്പിക്കൽ, വേസ്റ്റ് വെള്ളം തുറന്നു വിടൽ, ഇതൊക്കെയാണ്. മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളവും ഈ ഒരു ബാത്റൂമിൻ്റെ വേസ്റ്റും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അത് നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടിയാണ് പോകുന്നത്. അതിനുള്ള നടപടി. അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് ഇറങ്ങി തിരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതും കൂടി പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അടുത്ത മാർഗ്ഗം സ്വീകരിക്കാമെന്ന് വിചാരിക്കും. കാരണം നമുക്ക് ജീവിതകാലം മുഴുക്കും ഇങ്ങനെ മറ്റുള്ളവരുടെ കോമ്പൗണ്ടിലെ വെള്ളം നമ്മുടെ വീട്ടിനകത്തൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം കണ്ടേ.
വേണ്ടേ? ഈ ഒരു ചെടി നശിപ്പിക്കാനും ഇതിനൊരു പരിഹാരം കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുകയാണ്.